ഹലോ കൂട്ടുകാരെ, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മുടെ ഹീറോയിനെ കൊല്ലാനായി ആ കള്ളൻ വില്ലൻ ആ പാർക്കിംഗ് ലോട്ടിൽ വരും. നമ്മുടെ ഹീറോ അങ്ങോട്ടേക്ക് എത്തി ഹീറോയിനെ രക്ഷിക്കുന്നത് വരെയാണ് നമ്മൾ കണ്ടത്. ഇനി എന്താണ് അവരുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നതെന്ന് നമുക്ക് കാണാം. ആ കള്ളന്മാരുമായുള്ള അടിയിൽ നമ്മുടെ ഹീറോയ്ക്ക് പരിക്ക് പറ്റിയത് കൊണ്ട് തന്നെ ഹീറോയിൻ ഒരു ഡോക്ടറെ തന്റെ വീട്ടിലേക്ക് വിളിക്കും. ആ ഡോക്ടർ വന്ന് ഹീറോയെ ട്രീറ്റ് ചെയ്ത ശേഷം തിരികെ പോകും. എന്നാൽ ആ ഡോക്ടർ നമ്മുടെ ഹീറോയിന്റെ ചേട്ടന്റെ ആളായിരുന്നു. ഡോക്ടർ ഹീറോയിന്റെ ചേട്ടനോട് വന്ന് പറയും, നിന്റെ അനിയത്തിയോടൊപ്പം ഒരു പയ്യനുണ്ട് എന്ന് പറയും. അപ്പോഴേക്കും അവന്റെ വൈഫ് പറയും, അന്ന് അവളുടെ വീട്ടിൽ പോയപ്പോൾ പുറത്ത് ഞാനൊരു ഷൂ കണ്ട കാര്യം നിങ്ങളോട് പറഞ്ഞില്ലേ എന്ന് ചോദിക്കും. എന്തായാലും അവളെ കൂടെ ഉള്ളത് ആരാണെന്ന് നമുക്ക് എത്രയും വേഗം കണ്ടുപിടിക്കണമെന്ന് അവൾ തന്റെ ഹസ്ബൻഡിനോട് പറയും. ഡോക്ടർ പോയ ശേഷം ഹീറോയുടെ അടുത്ത് വന്ന് പറയും, നിനക്ക് ഒരുപാട് ഇഞ്ചറി ഉണ്ട്, അതുകൊണ്ട് ഇനി നീ നിന്റെ ഇഞ്ചറി എല്ലാം മാറിയ ശേഷം ഇവിടെ നിന്ന് പോയാൽ മതി എന്ന് പറയും. എന്നാൽ ഇതേ സമയം നമ്മുടെ ഹീറോ സൗത്ത് കൊറിയയിലേക്ക് വന്ന ഗുഹയുടെ അവിടെ നിന്ന് നോർത്ത് കൊറിയയുടെ യൂണിഫോമൊക്കെ കിട്ടിയത് കൊണ്ട് തന്നെ ഇത് ടി-വിയിൽ വലിയ വാർത്തയായിരിക്കുകയാണ്. എന്നാൽ നമ്മുടെ ഹീറോയിനാകട്ടെ അവളുടെ മാനേജറെ വിളിച്ച ശേഷം പറയും, കള്ള പോലീസുകാരന് എന്റെ നാട്ടിൽ വന്ന് എന്നെ കൊല്ലാൻ ധൈര്യമോ എന്ന് പറഞ്ഞു ആ നാട്ടിലെ നൊട്ടോറിയസ് ക്രിമിനൽസ് താമസിക്കുന്ന സ്ഥലത്തേക്ക് ചെന്ന ശേഷം അവരോട് പറയും, നിങ്ങൾ ഈ താമസിക്കുന്ന ബിൽഡിംഗ് ഞാൻ വാങ്ങിച്ചിരിക്കുകയാണ്, പക്ഷേ നിങ്ങൾ എനിക്ക് അതിന് റെന്റ് തരണമെന്നൊന്നുമില്ല. ഈ ഫോട്ടോയിൽ കാണുന്നവനെ പിടിച്ചുകൊണ്ട് തന്നാൽ മതി എന്ന് പറയും. പിടിച്ചുകൊണ്ട് വരുന്നവർക്ക് ഞാൻ 1 കോടി രൂപ സമ്മാനം തരുമെന്നും അവരോട് ഹീറോയിൻ പറയും. ഇതേസമയം ഹീറോയിന്റെ മാനേജറുടെ കൂട്ടുകാരൻ ഹീറോയിൻ തിരികെ വന്ന വാർത്ത കണ്ട് സന്തോഷിച്ചു കൊണ്ടിരിക്കുമ്പോഴേക്കും നമ്മുടെ ഹീറോയിൻ അങ്ങോട്ടേക്ക് വന്ന് അവനെയും കൂട്ടിക്കൊണ്ട് പോകും. എന്നിട്ട് അവനോട് പറയും, ഞാൻ ജീവിച്ചിരിപ്പുണ്ട് എന്ന് തെളിയിക്കാൻ നീ ഒരുപാട് കഷ്ടപ്പെട്ടു എന്ന് എനിക്കറിയാം, അതിന് പകരമായി ഞാൻ നിനക്ക് എന്റെ കമ്പനിയിൽ ഒരു ജോലി തരാം, ഇപ്പോൾ നിനക്ക് കിട്ടുന്നതിന്റെ 3 ഇരട്ടി ശമ്പളവും തരാമെന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ അവന് വലിയ സന്തോഷമാകും. എന്നാൽ ഇതേ സമയം ഹീറോയിൻ നീ റെസ്റ്റ് എടുക്കണമെന്നൊക്കെ പറഞ്ഞ് ഹീറോയ്ക്ക് ഒരു ലെറ്റർ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അവൻ അത് കാണുമ്പോൾ വളരെ സന്തോഷമാകും. എന്നിട്ട് നമ്മുടെ ഹീറോ ആ കള്ളൻ പോലീസുകാരന്റെ ഒരു നിഴൽ പോലും നമ്മുടെ ഹീറോയിന്റെ ദേഹത്ത് വീഴരുത്, അവനെ എങ്ങനെയെങ്കിലും പിടിക്കണമെന്ന് തീരുമാനിക്കും. എന്നാൽ ഇപ്പോൾ സൗത്ത് കൊറിയയിലുള്ള ഹീറോയുടെ കൂട്ടുകാരാകട്ടെ ഹീറോയെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണമെന്ന് പ്ലാൻ ചെയ്യുകയാണ്. എന്നാൽ ഒറ്റയ്ക്ക് വീട്ടിലിരിക്കുന്ന ഹീറോയ്ക്ക് ബോറടിച്ചിട്ട് അവൻ ഗെയിം കളിക്കാൻ തുടങ്ങും. അങ്ങനെ അവൻ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും ജോലി കഴിഞ്ഞ് ഹീറോയിൻ തിരികെ വീട്ടിലേക്ക് വരും. എന്നിട്ട് അവൾ ഹീറോയോട് ചോദിക്കും, നീ ഇന്ന് നിന്റെ ഗെയിമിന് വേണ്ടി 10 ലക്ഷം രൂപയ്ക്ക് പർച്ചേസ് ചെയ്തല്ലേ എന്ന് ചോദിച്ചു. അവൻ പറയും, ഞാനിവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, അതുകൊണ്ട് ബോറടിച്ചപ്പോൾ കളിച്ചതാണെന്ന് പറയും. എന്നാൽ ഇനി നീ ഗെയിം കളിക്കണ്ട, ഗെയിം കളിച്ചാൽ നീ അതിന് അഡിക്റ്റായി പോകുമെന്നും പറഞ്ഞ് അവൾ തൻ്റെ കമ്പ്യൂട്ടറിന് പാസ്വേഡ് ഇടും. എന്നാൽ അവനാകട്ടെ ഇനി തനിക്ക് ഗെയിം കളിക്കാൻ പറ്റില്ല എന്നോർത്ത് ഹീറോയിനോട് പിണങ്ങിയിരിക്കുകയാണ്. എന്നാൽ ഇതേ സമയം നോർത്ത് കൊറിയയിലുള്ള ആ കൊള്ള പോലീസുകാരൻ്റെ ഒരു കൂട്ടുകാരൻ അവിടുത്തെ മേലുദ്യോഗസ്ഥന് നമ്മുടെ ഹീറോ സൗത്ത് കൊറിയയിലാണെന്നും പറഞ്ഞൊരു ഫയൽ കൊണ്ട് കൊടുക്കും. എന്നാൽ ആർമി ജനറൽ പറയും, നമ്മൾ ഓൾറെഡി അവന്റെ വീട് സെർച്ച് ചെയ്തതല്ലേ, ഇനിയും പ്രോപ്പർ തെളിവില്ലാതെ നമ്മൾ എന്തെങ്കിലും ചെയ്താൽ അത് നമുക്കാണ് പണിയാകുന്നതെന്ന് അയാൾ പറയും. ഇതേ സമയം ഫിയാൻസിയെ ആ സുന്ദരൻ വില്ലൻ വിളിച്ച ശേഷം പറയും, എനിക്ക് നല്ല സുഖമില്ല, നീ എത്രയും വേഗം കഴിയുമെങ്കിൽ ഇങ്ങോട്ടേക്ക് വരാൻ പറയും. ഫിയാൻസി തന്റെ വീട്ടിൽ ആരും അറിയാതെ ശബ്ദം കേൾക്കാതെ പയ്യെ അവിടെ നിന്ന് ഇറങ്ങി സുന്ദരൻ വില്ലന്റെ ഫ്ളാറ്റിലേക്ക് വരുമ്പോൾ അവൻ പനിച്ച് തളർന്ന് കിടക്കുകയാണ്. ഫിയാൻസി അവനെ അവിടെ നിന്ന് എടുത്ത് ആ കട്ടിലേക്ക് കൊണ്ട് കിടത്തും. എന്നാൽ വയ്യാതെ കിടക്കുന്ന അവനെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാമെന്നും പറഞ്ഞ് അവൾ എന്തൊക്കെയോ കുക്ക് ചെയ്യും. എന്നാൽ അവൾക്കാകട്ടെ കുക്ക് ചെയ്ത് ശീലമൊന്നുമില്ല. അങ്ങനെ ഫുഡും പ്രിപ്പയർ ചെയ്ത് അവന്റെ അടുത്തേക്ക് കൊണ്ടുവന്ന ശേഷം ആഹാരം കഴിക്കാൻ പറയും. അവനത് കഴിച്ച ശേഷം വളരെ രുചിയുണ്ട് എന്ന് അവളോട് പറയും. ഈ കള്ളം പറയുകയാണെന്നറിയാം, പക്ഷെ ഞാൻ നിന്നെക്കുറിച്ച് എന്റെ അമ്മാവനോട് കുറെ കാര്യങ്ങൾ ചോദിച്ചു. അങ്ങനെ എന്റെ അമ്മാവൻ നിന്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്തപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഹീറോയിന്റെ ചേട്ടന്റെ കയ്യിൽ നിന്ന് പണവും തട്ടിയാണ് ഇങ്ങോട്ടേക്ക് കടന്നതെന്ന് പറയും. ഇതൊക്കെ അറിഞ്ഞോ എന്ന് ചോദിച്ച ശേഷം അവൻ പറയും, ഹീറോയിന്റെ അച്ഛനും എൻ്റെ അച്ഛനും ഒരുമിച്ചാണ് ബിസിനസ് ചെയ്തത്, പക്ഷേ ഹീറോയിന്റെ അച്ഛൻ എൻ്റെ ബിസിനസ്സിൽ ചതിച്ചു. അങ്ങനെ ഒരു വഴിയുമില്ലാതെ എൻ്റെ അമ്മ എന്നെയും കൊണ്ട് UK പോയി. ഞാൻ ഒരുപാടധികം കഷ്ടപ്പെട്ടു, എന്നിട്ട് ഞാൻ തിരികെ വന്നാണ് അവളുടെ ചേട്ടന്റെ കയ്യിൽ നിന്ന് പണവും തട്ടി ഇങ്ങോട്ടേക്ക് വന്നതെന്ന് പറഞ്ഞു. എന്നാൽ എനിക്ക് ഇപ്പോൾ അവരോട് റിവഞ്ചൊന്നുമില്ല, എങ്ങനെയെങ്കിലും മനസമാധാനത്തോടെ ജീവിച്ചാൽ മതിയെന്ന് അവൻ പറയുമ്പോൾ ഫിയാൻസി പറയും, എന്റെ അച്ഛനെ അവർ പറ്റിച്ചതല്ലേ, നീ ആ റിവഞ്ച് ഒരിക്കലും വിടാൻ പാടില്ല എന്ന് പറഞ്ഞു ഫിയാൻസി അവിടെ ഇരിക്കുന്ന ഒരു ബോട്ടിൽ മദ്യം എടുത്ത് കുടിക്കും. എന്നാൽ ഇതേ സമയം നമ്മുടെ ഹീറോ ആകട്ടെ ഒരു ചെറിയ ബിയർ ബോട്ടിലും കുടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മുടെ ഹീറോയിനും അങ്ങോട്ടേക്ക് വരും. എന്നിട്ട് ആ ഈവനിങ് അവർ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് മദ്യം കുടിക്കും. അവൾ പറയും, എനിക്ക് മദ്യം കുടിച്ചാൽ യാതൊന്നും തന്നെ ബോധമുണ്ടാവില്ല എന്ന്. അപ്പോൾ നമ്മുടെ ഹീറോ പറയും, ഞാനൊരു സത്യം പറയട്ടെ, എനിക്ക് സത്യം പറഞ്ഞാൽ ഇവിടെ നിന്ന് പോകാൻ ഇഷ്ടമല്ല, എനിക്ക് ജീവിതകാലം മുഴുവൻ നിന്നോടൊപ്പം ജീവിച്ച് നമ്മുടെ കുട്ടികളോടൊപ്പം ഇവിടെ സന്തോഷമായി ജീവിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹമെന്ന് ഹീറോ പറയും. എന്നാൽ അടുത്ത ദിവസം രാവിലെ നമ്മുടെ ഫിയാൻസിയുടെ അമ്മ ഫിയാൻസിയുടെ മുറിയിൽ വന്ന് നോക്കുമ്പോൾ അവളെ അവിടെ കാണില്ല. അവളെ കാണാത്തത് കൊണ്ട് തന്നെ അവളുടെ അമ്മ ആകെപ്പാടെ ടെൻഷനാകും. എന്നാൽ ഇതേ സമയം ഫിയാൻസി ആകട്ടെ മദ്യപിച്ച് ബോധമില്ലാതെ നമ്മുടെ സുന്ദരൻ വില്ലന്റെ ബെഡിൽ കിടന്നുറങ്ങുകയായിരുന്നു.
എന്നാൽ ടെൻഷനായ ഫിയാൻസിയുടെ അമ്മ തന്റെ അനിയനെ വിളിച്ച ശേഷം അവനോട് അവൾ ആ സുന്ദരൻ വില്ലനോടൊപ്പമായിരിക്കും, നീ എന്തായാലും അവനെ കുറിച്ച് നന്നായി ഒന്ന് അന്വേഷിച്ച് വിവരം എനിക്ക് തരണമെന്ന് ഫിയാൻസിയുടെ അമ്മ അവളുടെ അനിയനോട് പറയും. എന്നാൽ ഇതേ സമയം നോർത്ത് കൊറിയയിലെ ആ ഗ്രാമത്തിലെ പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽ ഒരാളുടെ ഹസ്ബൻഡ് ആ കള്ളൻ പോലീസുകാരനെ സഹായിച്ചത് കൊണ്ട് തന്നെ അയാളെ കൊറിയൻ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും. തങ്ങളുടെ കൂട്ടുകാരി വീട്ടിൽ ഒറ്റയ്ക്കാണല്ലോ, ഹസ്ബൻഡ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അവളുടെ ഭക്ഷണത്തിനൊക്കെ അവൾ എന്ത് ചെയ്യുമെന്ന് ഓർത്ത് പെണ്ണുങ്ങൾ പരസ്പരം സംസാരിക്കുകയാണ്. ഇതേ സമയം ഹീറോയിന്റെ പുതിയ ഷോപ്പിന്റെ ഉദ്ഘാടനത്തിന് പോകാനായി റെഡിയാവുകയാണ്. അപ്പോഴേക്കും ഹീറോയിൻ അങ്ങോട്ടേക്ക് വരും. അപ്പോഴാണ് അവൾ ശ്രദ്ധിക്കുന്നത് നോർത്ത് കൊറിയയിലുള്ളപ്പോൾ അവൾ ഹീറോയ്ക്ക് പ്രസന്റ് ചെയ്യാൻ കൊണ്ടുവന്ന വാച്ചാണ് അവന്റെ കയ്യിൽ കിടക്കുന്നതെന്ന്. ഇത് നിനക്ക് എങ്ങനെ കിട്ടിയെന്ന് അവനോട് ചോദിച്ചു. വാച്ചാണോ നീ എനിക്ക് പ്രസന്റ് ചെയ്യാൻ കൊണ്ടുവന്നത്? ഇതെന്റെ മരിച്ചുപോയ ചേട്ടന്റെ വാച്ചായിരുന്നു എന്ന് പറയും. നമുക്ക് രണ്ടുപേർക്കും നല്ല മനപ്പൊരുത്തമാണ്, അതുകൊണ്ടാണ് ഈ വാച്ച് തന്നെ നിനക്ക് എനിക്ക് ഗിഫ്റ്റായി തരാൻ തോന്നിയതെന്ന് ഹീറോ അവളോട് പറയും. എന്നാൽ സൗത്ത് കൊറിയയിലുള്ള ഹീറോയുടെ കൂട്ടുകാരും ഹീറോയിനിന്റെ കടയുടെ ഉദ്ഘാടനമാണെന്ന് അറിഞ്ഞ് ഇവിടേക്ക് പോകാമെന്ന് അവർ പ്ലാൻ ചെയ്യും. അങ്ങനെ തന്റെ പുതിയ ഷോപ്പിലെത്തിയ ഹീറോയിനോട് ഹീറോ പറയും, നീ ഒന്നുകൊണ്ട് പേടിക്കേണ്ട, ധൈര്യമായി പോയി എല്ലാ കാര്യങ്ങളും നടത്താൻ പറയും. അങ്ങനെ നമ്മുടെ ഹീറോയിൻ തൻ്റെ സ്റ്റാഫിൻ്റെ അടുത്തെല്ലാം പോയി തൻ്റെ പുതിയ ഷോപ്പ് നിങ്ങൾ കാരണമാണ് ഉദ്ഘാടനം ചെയ്യാൻ കഴിഞ്ഞത്, എൻ്റെ എല്ലാ സക്സസിന് പിന്നിലും നിങ്ങളാണെന്ന് പറഞ്ഞു അവർക്കെല്ലാവർക്കും അഡീഷണൽ സാലറി അപ്പോൾ തന്നെ കൊടുക്കും. അതേസമയം ഹീറോയുടെ കൂട്ടുകാർ വേഷം മാറി നല്ല സുന്ദര കുട്ടപ്പനായി ഹീറോയിന്റെ ആ ഷോപ്പിലേക്ക് വരുമെങ്കിലും അവിടെയുള്ള സെക്യൂരിറ്റിക്കാർക്ക് എന്തോ പന്തികേട് തോന്നി അവരെ അവിടെ നിന്ന് ഓട്ടിക്കും. എന്നാൽ ഇതേ സമയം പുറത്തുള്ള ഹീറോ തന്റെ കൂട്ടുകാർ അവിടെ നിന്ന് ഓടിപ്പോകുന്നത് കണ്ട് ഇവരെങ്ങനെ ഇവിടെ എത്തിയെന്ന് ഓർത്ത് ആശ്ചര്യപ്പെട്ട് നിൽക്കും. അങ്ങനെ അവരെല്ലാവരും ഒരുവിധം സെക്യൂരിറ്റിയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് അടുത്തുള്ള പാർക്കിലേക്ക് ഓടിച്ചെല്ലും. ഇനി എന്ത് ചെയ്യുമെന്ന് അവർ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോഴേക്കും നമ്മുടെ ഹീറോ അങ്ങോട്ടേക്ക് വരും. ഹീറോയെ കണ്ട സന്തോഷത്തിൽ അവരെല്ലാവരും തന്നെ നമ്മുടെ ഹീറോയെ കെട്ടിപ്പിടിക്കും. എന്നാൽ ഇതേ സമയം ഓഫീസിലുള്ള ഹീറോയിന്റെ അടുത്തേക്ക് അവളുടെ ചേട്ടനും വൈഫും വന്നിട്ട് പറയും, ഈ CEO ആവാനായി അമ്മ എന്നെ സപ്പോർട്ട് ചെയ്യും, നീ കൂടി എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് അവളുടെ ചേട്ടൻ വന്ന് പറയും. എന്നാൽ അത് കഴിഞ്ഞ് നമ്മുടെ ഹീറോയെ അന്വേഷിച്ച് വരുമ്പോഴാണ് തൻ്റെ പഴയ കൂട്ടുകാരെ കണ്ട് അവൾ ഓടി വന്ന് അവരെ എല്ലാവരെയും ഹഗ് ചെയ്യുന്നത്. എന്നാൽ ഹീറോയിനെ അവരെല്ലാവരും ഹഗ് ചെയ്യുന്നത് കണ്ട് ചെറിയ ജലസി അടിച്ച ഹീറോ അങ്ങോട്ടേക്ക് വന്ന് മാറ് കെട്ടിപ്പിടിച്ചതൊക്കെ മതി, ഇനി നമുക്ക് വീട്ടിലേക്ക് പോകാമെന്ന് പറയും. അങ്ങനെ ഹീറോയിനും അവരെ എല്ലാവരെയും കൂട്ടിക്കൊണ്ട് തങ്ങളുടെ വീട്ടിലേക്ക് വരും. എന്നാൽ അത്രയും വലിയ വീട്ടിലെ ലൈറ്റും അവിടുത്തെ സെറ്റപ്പ് എല്ലാം കണ്ട് അവരെല്ലാവരും അമ്പരന്ന് നിൽക്കും. ഇതേ സമയം നോർത്ത് കൊറിയയിലെ ആ അറസ്റ്റിലായ പട്ടാളക്കാരന്റെ വൈഫിന്റെ അടുത്തേക്ക് ഗ്രാമത്തിലെ പെണ്ണുങ്ങൾ എല്ലാവരും കൂടി വന്ന് അവർക്ക് ആവശ്യമായ ഭക്ഷണവും സാധനങ്ങളും കൊണ്ടുവരും. എന്നാൽ തന്റെ കൂട്ടുകാർക്ക് തന്നോടുള്ള സ്നേഹം കണ്ട് അവൾക്ക് സങ്കടം മടക്കാനാവാതെ അവൾ അവിടെ ഇരുന്ന് കരയും. ഇതേ സമയം ഹീറോയിനും തങ്ങളുടെ വീട്ടിലേക്ക് വന്ന കൂട്ടുകാർ ഭക്ഷണമൊക്കെ കൊടുത്ത് അവരെ സൽക്കരിക്കുകയാണ്. അതിനുശേഷം അവരുടെ കൂട്ടത്തിലെ ഒരു പട്ടാളക്കാരൻ വന്ന് ഹീറോയോട് പറയും, സാർ, നിങ്ങളുടെ അച്ഛൻ പറഞ്ഞിട്ടാണ് ഞങ്ങളിവിടെ വന്നത്, നിങ്ങളെ എത്രയും വേഗം നാട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് പറയും. എന്നാൽ ഇത് നമ്മുടെ ഹീറോയിൻ കേൾക്കുകയും അവൾക്ക് വലിയ വിഷമമാകുകയും ചെയ്യും. എന്നാൽ ഹീറോയിന്റെ അമ്മയും അച്ഛനും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഹീറോയിന്റെ അമ്മ അച്ഛനോട് ചോദിക്കും, നമ്മുടെ മകൾ നോർത്ത് കൊറിയയിൽ പെട്ടുപോയതാണെന്ന് നിങ്ങൾ നേരത്തെ അറിഞ്ഞുവല്ലേ എന്ന് ചോദിക്കും. എന്നാൽ അത് അവളുടെ മാനേജർ പറഞ്ഞു, പക്ഷെ ഞാനത് വിശ്വസിച്ചില്ല എന്ന് പറയും. എന്നാൽ അപ്പോഴേക്കും അമ്മ പറയും, നമ്മുടെ ഇളയ മകൻ അവളെ നോർത്ത് കൊറിയയിൽ തന്നെ പിടിച്ചിടാനായി എന്തൊക്കെയോ ചെയ്തിരുന്നു എന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന അച്ഛൻ ആകെപ്പാടെ ഷോക്കായി നിൽക്കും. എന്നാൽ അടുത്ത ദിവസം നമ്മുടെ ഹീറോയെ വിളിക്കാതെ ഓഫീസിലേക്ക് പോകുന്നത് കണ്ട് ഹീറോ ചോദിക്കും, നീ എന്താ എന്നെ വിളിക്കാതെ പോകുന്നതെന്ന്. എന്നാൽ അപ്പോൾ അവൾ വിഷമത്തോടെ പറയും, നിങ്ങളുടെ കൂട്ടുകാർ നിങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടിയാണ് വന്നതെന്ന് എനിക്കറിയാം, നിങ്ങൾ പോയി കഴിഞ്ഞാലും എനിക്ക് ഓവർകം ചെയ്യണ്ടേ, അതുകൊണ്ടാണ് ഞാൻ ഒറ്റയ്ക്ക് പോകുന്നതെന്ന് പറഞ്ഞു. എന്നാൽ ഓഫീസിലെത്തിയ ശേഷവും നമ്മുടെ ഹീറോയിന് യാതൊന്നിലും ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ അന്ന് ഈവനിങ് ഹീറോയിന്റെ അമ്മ ഹീറോയിന്റെ ഓഫീസിലേക്ക് വരും. അങ്ങനെ അവർ പരസ്പരം സംസാരിക്കും. ഹീറോയിന്റെ അമ്മ പറയും, എന്റെ മൂത്ത ചേട്ടനെ CEO ആവാൻ ഞാൻ സപ്പോർട്ട് ചെയ്തില്ല, അവൻ കള്ളം പറഞ്ഞതാണെന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ എങ്ങനെയാണ് നിങ്ങൾ പറയുന്നത് വിശ്വസിക്കുക അമ്മ? എന്റെ കൊച്ചിലെ നിങ്ങളെന്നെ കടൽ കാണിക്കാമെന്നും പറഞ്ഞ് ഒരു ബീച്ചിൽ കൊണ്ടാക്കിയ ശേഷം ഇപ്പോൾ വരാമെന്നും പറഞ്ഞ് നിങ്ങൾ പോയില്ലേ, അവസാനം ഞാൻ നിങ്ങളെ കാത്ത് ഒരു രാത്രി മുഴുവൻ അവിടെ ഇരുന്നു, ഒടുവിൽ അവിടെയുള്ള ആളുകളാണ് എന്നെ രക്ഷിച്ചതെന്ന് പറയും. അങ്ങനെയുള്ള നിങ്ങളെ ഞാൻ എങ്ങനെയാണ് വിശ്വസിക്കുക എന്ന് പറഞ്ഞ് ഹീറോയിൻ അവിടെ നിന്ന് പോകും. എന്നാൽ ഇതേ സമയം ഒരു ചൈനീസ് ഏജന്റ് ആ കള്ള പോലീസുകാരനെയും കൂട്ടി ഹീറോയിന്റെ ഇളയ ചേട്ടന്റെ അടുത്തേക്ക് വരും. അവൻ പറയും, ഇയാൾക്കും നിങ്ങളെപ്പോലെ തന്നെ നിങ്ങളുടെ അനിയത്തിയോട് ദേഷ്യമുണ്ട്, നിങ്ങളുടെ അനിയത്തിയെ കൊന്ന് ഇവിടുത്തെ പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്യുമെന്ന് പറഞ്ഞു. എന്താടാ പറയുന്നത്, എന്റെ അനിയത്തിയെ കൊല്ലുകയൊന്നും വേണ്ട, ഞാൻ ഈ ഡീലിനില്ല എന്നും പറഞ്ഞ് അവൻ അവിടെ നിന്ന് എണീച്ചു പോകും. എന്നാൽ അവൻ പോയ ശേഷം അവന്റെ വൈഫ് ആ കള്ള പോലീസുകാരനോട് പറയും,
നിനക്ക് ഇവിടെ എന്ത് സഹായം വേണമെങ്കിലും എന്നെ വിളിച്ചാൽ മതി, ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറയും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അന്നത്തെ ജോലി കഴിഞ്ഞ് തിരികെ വീട്ടിലേക്ക് വരികയാണ് നമ്മുടെ ഹീറോയിൻ. വീട്ടിലെത്തുമ്പോൾ അവിടെ ആരും തന്നെ ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ ഹീറോയും കൂട്ടുകാരും തിരികെ പോയെന്ന് അവൾക്ക് തോന്നും. അങ്ങനെ അവൾ നമ്മുടെ ഹീറോയെ ഓർത്ത് പൊട്ടിക്കരയുമ്പോൾ പെട്ടെന്ന് ലൈറ്റ് വരും. ഇന്ന് നമ്മുടെ ഹീറോയിന്റെ ബർത്ത്ഡേ ആയിരുന്നു. അവർ ഹീറോയിനെ വിഷ് ചെയ്ത് അവളുടെ അടുത്തേക്ക് വരുമ്പോൾ നമ്മുടെ ഹീറോയിൻ കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പുറത്തേക്ക് ഓടും. ഹീറോ പുറത്തേക്ക് വരുമ്പോൾ അവൾ പറയും, എന്റെ ജീവിതത്തിൽ ഞാൻ മറക്കാൻ ആഗ്രഹിക്കുന്ന ദിവസമാണ് എന്റെ ബർത്ത്ഡേ എന്ന് പറയും. എന്നാൽ നമ്മുടെ ഹീറോ അവളുടെ അടുത്തേക്ക് വന്ന് അവളെ ഹഗ് ചെയ്ത ശേഷം പറയും, ഞാൻ നിനക്ക് പ്രോമിസ് തരികയാണ്, ഇനിയുള്ള എല്ലാ വർഷവും നിന്റെ ബർത്ത്ഡേക്ക് നീ ഹാപ്പി ആയിരിക്കുമെന്ന്. എന്നിട്ട് അവർ രണ്ടുപേരെ ഹഗ് ചെയ്യും. ഈ ഒരു സീനോട് കൂടി ഈ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. അടുത്ത എപ്പിസോഡിൽ അവരുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് വീണ്ടും കാണാം.